നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇനിയും 4 ഘട്ടങ്ങൾ കൂടി മുന്നിലുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ്, വളരെ ഊർജ്ജസ്വലരായി തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല ഒഡീഷയിലെ അവസ്ഥ. കാരണം ഒഡീഷയിലെ പുരിയിൽ സ്ഥിതിഗതികൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ നിലയിലാണ്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ കോലത്തിൽ അവശനായിട്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുരി നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമബല്ലവ് രഥിന്റെ തലയിൽ കെട്ടും, മുഖത്ത് തുന്നലും, ദേഹത്ത് നിരവധി അടിയേറ്റ പാടുകളും ഒക്കെ ഉണ്ട്. ഇതേ കോലത്തിൽ തന്നെയാണ് അദ്ദേഹം വോട്ട് നേടാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും. എതിർചേരിയിലുള്ള ആളുകളാണ് സ്ഥാനാർത്ഥിയെ ഇക്കണ്ട വിധം ക്രൂരമായി ആക്രമിച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് സ്ഥാനാർത്ഥിയെ തല്ലിച്ചതച്ച് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. പുരിയിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പാർട്ടിക്കാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇപ്പോൾ അടച്ചുപൂട്ടിയ നിലയിലാണ്. ഇതോടുകൂടി പുരിയിലെ നിയമസഭ, ലോക്സഭാ സ്ഥാനാർത്ഥികളൊക്കെയും അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്വന്തം വീട്ടിലേക്ക് മാറ്റേണ്ട ഒരു ഗതികേടിലുമാണ്. പുരി നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നേതൃത്വം ആദ്യം പ്രഖ്യാപിച്ചത് പുതുമുഖമായ സുജിത് മഹാപത്രയാണ്. എന്നാൽ വ്യാപകമായ എതിർപ്പുകൾ അവിടെ നിന്ന് ഉയർന്നതോടുകൂടി ഹൈക്കമാൻഡ് ഈ തീരുമാനം പിൻവലിച്ചിരുന്നു. സുജിത്തിന് പകരം ജനതാദൾ ടിക്കറ്റിൽ മുൻപ് MLA ആയിരുന്ന ഉമബല്ലവ രഥിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉമബല്ലവ പത്രിക നൽകാൻ എത്തിയപ്പോൾ ഇരു നേതാക്കളുടെയും അണികൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന സുചാരിത മോഹന്തി പ്രചരണത്തിന് വേണ്ടി ഹൈക്കമാൻഡ് പണം നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് സീറ്റ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. സുചാരിതയുടെ പകരക്കാരനായി ജയ് നാരായൺ പട്നായിക്കിനെ അതിവേഗം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ വലിയ പ്രതിസന്ധി മറികടന്നത്. എന്നാൽ ജയ് നാരായണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൂടിയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിരിക്കുന്നത്. വിമത സ്ഥാനാർത്ഥിയായി സുജിത് മഹാപത്രയും പത്രിക നൽകിയിട്ടുണ്ട്. അവിടെ 25-ാം തീയതിയാണ് ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന് 39 വർഷമായി പുരിയിൽ ഒരു MLA പോലുമില്ല. BJPയുടെ ജയൻ സോറങ്കി വിജയിച്ച 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രസാദ് മിശ്രയ്ക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം പോലും നമ്മളെ അമ്പരപ്പിക്കും. വെറും 2934 വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പുരിയിൽ നേടാൻ സാധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് പുരിയിലെ അവസ്ഥ എങ്കിൽ പോലും അവിടെ തമ്മിൽ തല്ലിന് യാതൊരു കുറവുമില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.